എൻ്റെ പേര് KV ഉണ്ണികൃഷ്ണൻ, കന്നുകളി ജാക്കി. ഞാൻ ചെറുപ്പം മുതൽ തൊട്ട് കന്നുകൂട്ട് വന്ന എനിക്ക് വലിയ എൻ്റെ അപ്പൻ ഇപ്പോൾ അല്ലെങ്കിൽ അച്ഛനും ഒക്കെ പറയുന്നത് ഡാഡി മമ്മിയൊക്കെ. എൻ്റെ അപ്പൻ കന്നുകൂട്ടിൽ പിന്നെ ഇപ്പോൾ വേൾഡിലുള്ള കന്നുകൂട്ടല്ല, പാടത്ത്. അപ്പം ഞാൻ അപ്പനെ വെള്ളച്ചോറ് കൊണ്ട് പോകും ചെറുപറ. അപ്പം അപ്പൻ വെള്ളച്ചോറ് നിന്ന സമയത്ത് ഞാൻ അതിന് പൊടി നോക്കും. അപ്പോൾ ഞാൻ ചീത്ത പറയും, അത് അങ്ങനെ. അപ്പം നമുക്ക് ഇതിൽ ജയിക്കണം, പോട്ടണം എന്ന് ആ ഒരു മെൻറ്റാലിറ്റിയിൽ 1980 ചെറപ്പറമ്പ് കണ്ടത്ത് കണ്ണാടി കണ്ടം 99 അവിടെ ഒരു പ്രശ്നമായിട്ട് നിർത്തിയപ്പോൾ 80 ഇവിടെ കണ്ടം. അത് ചെറപ്പറമ്പ് പങ്കുണിയേട്ടൻ, കല്ലങ്ങളോസന്നായി അവരൊക്കെ കൂടി ഇവിടെ കണ്ടം പാട്ടത്തിനാട്ടിൽ കണ്ടം പട്ടിക്ക് ഇവിടെ തരുന്നത്. അങ്ങനെ അപ്പോൾ 80 ഞാൻ ചെറുതാണ്, നമ്മുടെ വീട്ടിൽ കന്നു കൊണ്ടുപോകും. അപ്പം നമുക്ക് നല്ല ഇതിനോട് നല്ല താല്പര്യമാണ്. അപ്പം ഇങ്ങനെ അന്ന് ഒരുപാട് കളിക്കാറുണ്ട്. ബമ്പലൂർ ടീച്ചപ്പനാണ് എൻ്റെ കുരുനാഥൻ, തച്ചൻ, അവിടെ കുഞ്ചേട്ടായി, പിന്നെ മറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ ഈ ഒരു ഇത് കണ്ടിട്ട് ബമ്പലൂർ ടീച്ചപ്പായി വേറെ. അപ്പോൾ പൊറ്റക്കൽ രാമചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ ചങ്ങായിൻ്റെ മകനാണ് പറഞ്ഞു. അങ്ങനെ പോത്തുമൂരിന് ആദ്യം എന്നെ ചവിട്ടിച്ചത്. പോത്തായിരുന്നു മൂരി വലത്തം. 1980 പഠിച്ചു. 83 വയലും വീടും പരിപാടി ആലത്തൂരായിരുന്നു വെച്ചത്. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി K. കരുണാകരനായിരുന്നു അന്ന് സമ്മാനദാനം. അന്ന് ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ഫസ്റ്റ് പ്രൈസ് പോയി, സെക്കൻഡ് പ്രൈസ് കിട്ടി. അന്ന് മുതൽ തൊട്ട് ഫസ്റ്റ് പ്രൈസ് പിടിക്കണം എന്നുള്ള ഒറ്റ വാശിയായിരുന്നു. അത് ഇന്നും നിറവേറിയിട്ടുണ്ട്. 44 വർഷമായിട്ട് ഒരേ പലരും കന്ന് പൂട്ടും, എന്നാലും ഒറ്റ വ്യക്തിൻ്റെ കന്ന് തങ്കട്ടനെ കന്ന്. നമ്മുടെ ഈ കാർഷിക മേഖലയിൽ ഒരു 18 വയസ്സിൽ തുടങ്ങിയ ഈ കന്നുകളിന് ഉഴുതുമറിക്കാനും പൂട്ടാനും അതിന് കഴിഞ്ഞ ഒരു 12 കന്ന് മറ്റേ അങ്ങനെ ചവിട്ടുമരം കെട്ടും, അങ്ങനെ ഓട്ടിക്കും, അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു 80-82 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചെറപ്പറമ്പ് പറഞ്ഞ സ്ഥലത്തേക്ക് കണ്ണാടി, കോട്ടായി, അങ്ങനെ മറ്റേ മാങ്കുറിശി പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയി നടത്തിച്ച് കൊണ്ടുപോയി അങ്ങനെ പൂട്ടി. അതിൽ നിന്നിട്ട് ഇങ്ങനെ ആയി. അപ്പോൾ നമ്മുടെ ആളൊരു അയാൾ 18 വയസ്സിൽ തുടങ്ങി ഇങ്ങനെ ചെറപ്പറമ്പിൽ വെച്ചിട്ട് കന്ന് പൂട്ടാൻ തുടങ്ങി. നമ്മളൊരു കൂട്ടുകാരൻ്റെ നിലവിൽ അയാൾക്ക് ഇതേമാതിരി വലിയ കന്ന് പൂട്ടാൻ പറ്റാതെ അയാൾ പോയി വീണു. എന്നിട്ട് ഞാൻ ചവിട്ടാറ് ഇയാളെ ചവിട്ടാന്ന് പറഞ്ഞ് ഇയാളും ഞാൻ തുടങ്ങി 45 കൊല്ലം മേലെ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. ഉണ്ണീഷൻ പറയുന്ന ആൾ. അപ്പോൾ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് എനിക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ അതാ ആയി. അപ്പോൾ അവരും നമ്മളും ഒക്കെ പാടും കൂടി ഈ കാർഷിക മേഖലയിൽ കടന്നിട്ട് ഈ ചേറ്റിലും കണ്ടത്തൊക്കെ കന്ന് പൂപ്പോട്ടിലും ഇങ്ങനെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ആ സമയം വരുമ്പോൾ ഒരുക്കും. ജനുവരിയിൽ തുടങ്ങും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ 2-3 മാസം കാലം കന്ന് ഓട്ടിക്കാനും പിടിക്കാനും പോകാനും വരാനൊക്കെ തുടങ്ങും. കന്നിൻ്റെ കളവ് അറിഞ്ഞു വെക്കണം. ഏത് കന്നിനെ എങ്ങനെ തൊട്ട പരമം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് എല്ലാപ്പോഴും പൂട്ടാൻ പറ്റില്ല. കന്നുപൂട്ട് അറിയുന്ന സമയത്ത് കന്നുപൂട്ടിൻ്റെ കന്നുപൂട്ട് അറിയുന്ന ആൾക്കാർ വരുമ്പോൾ ഒരൊറ്റ പൂട്ട്. അത് കഴിഞ്ഞാൽ പ്രൈസ് പൂട്ടിന് അത് ചെയ്യാൻ പോകും. അപ്പോഴേ നമ്മൾ വിജയിക്കുള്ളൂ. കന്നുപൂട്ടിൽ ഞാൻ രാജാവന്നെ കള്ളനുമാണ്. കള്ളം പറഞ്ഞ ആറ്റി കണ്ടിട്ടില്ല. കന്നുപൂട്ടിൽ കള്ളം പറഞ്ഞാൽ കള പറഞ്ഞ് കന്നുകൂട്ടുന്നവനാണ് ഞാൻ. അത് ഞാൻ പഠിപ്പിച്ച് ശിഷ്യന്മാർക്ക് പോലും അത് ചെയ്യാൻ കഴിയില്ല. അതിന് അത് എൻ്റെ തെറ്റൊന്നുമില്ല.
ഉണ്ണീഷനും ഞാനായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ ഞങ്ങൾ പൂട്ട് പഠിക്കുന്ന കാലത്ത് തുടങ്ങിയിട്ട് ഞാൻ പൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ണീഷൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയുള്ള ആ ചെറുപ്പം മുതൽത്തൊട്ടേ അവൻ വന്നിട്ട് ഞാനും അവനും കൂടിയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പം ആര് കന്ന് പൂട്ടുകയാണെങ്കിൽ അവൻ്റെ കന്ന് പൂട്ടിനൊരു പ്രത്യേക ഇതാണ് ഉണ്ണീഷൻ്റെ. മനസ്സിലായ നമ്മളും അതേമാതിരി പൂട്ടും പൂട്ടാതെ അല്ല, എന്നാലും അവനൊരു ട്രിക്ക് ഉണ്ട്. അത്രയാണ്. എനിക്ക് ഒരുപാട് പേരുണ്ട്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണനാണ്. ചിലവരും മുതലാളി വിളിക്കും, രാജാവെ വിളിക്കും, മംഗലശ്ശേരി നീലകണ്ഠൻ. എനിക്ക് മംഗലശ്ശേരി നീലകണ്ഠനാണ് എനിക്കൊരു ആദ്യത്തെ പറഞ്ഞ പോത്തെടുത്തും മൂരി വലത്തും പൂട്ടിയിട്ട് ഞാൻ വീണ് എൻ്റെ വിളം എത്ര വിളപ്പം പൊളിഞ്ഞപ്പോൾ ഈ പണി വേണ്ടാന്ന് തോന്നി. രണ്ടാം പ്രാവശ്യം കൊണ്ടുപോയിട്ട് പൂട്ടി തലയെത്തിയപ്പോൾ എനിക്ക് ഈ പണി പഠിക്കണമെന്ന് തോന്നി. പിന്നെ ഏറ്റവും വേഗത കൂടിയ ട്രോഫി ഇന്ന് വരെ ഞാനെടുത്ത സമയം എൻ്റെ ശിഷ്യന്മാരോ ഒന്ന് ആരും മറിച്ചിട്ടില്ല. അതാണ് ഞാൻ ചെറു കന്നുകൊണ്ട് വലിയ കമ്മിന് അടിയിലിടും. ആ ടൈം ഇന്ന് വരെ ഒരാൾക്കും മറക്കാൻ കഴിയും.
ഒരാഗ്രഹം കൂടി ഉണ്ട്, പാടത്ത് കരികെട്ടി കന്നു കൂട്ടുന്നു. നോക്കട്ടെ നടക്കുമെന്ന്. ഓരോ